നമസ്കാരം. നിങ്ങൾ ലോകത്തിലെ ടോപ്പ് 1% ആൾക്കാരെ കാണുമ്പോൾ അത് നമ്മുടെ വേൾഡ് ലീഡേഴ്സ് ആവാം, അല്ലെങ്കിൽ ടെക് ഫീൽഡിലൊക്കെ നിൽക്കുന്ന ജയൻസ് ആവാം. ഇവരൊക്കെ കാണുമ്പോൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവരും ഞാനും തമ്മിൽ എന്താണ് ഡിഫറൻസ്? അവരെങ്ങനെയാണ് ഇത്ര ഹൈ ലെവൽസ് ഓഫ് സക്സസ്, വെൽത്ത് ആൻഡ് പവറൊക്കെ നേടിയെടുക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്കിത് പറ്റാത്തത്? ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ഇത്ര ഹൈ ലെവൽസിൽ എത്താന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. പക്ഷേ ഇവർ ഫോളോ ചെയ്യുന്ന സർട്ടൺ ഫിലോസഫീസും മെൻ്റൽ ഫ്രെയിം വർക്ക്സും ഒക്കെ ഉണ്ട്. അത് കാരണമാണ് ഇവർക്ക് ലോകത്തെ വളരെ വ്യത്യസ്ത രീതിയിൽ കാണാനും ഇത്രയും ഹൈ ലെവലിൽ നിൽക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ടഫായിട്ടുള്ള സിറ്റുവേഷൻസും പ്രതിസന്ധികളും ഒക്കെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാനും ഇവർക്ക് പറ്റുന്നത്. അങ്ങനത്തെ കുറച്ച് ഫിലോസഫീസിനെ കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിൽ ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്ന ഫിലോസഫി ആക്ച്വലി കാലങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റിയൊക്കെ ബാൻ ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു ഫിലോസഫിയാണ്. പക്ഷെ അതും അവരെങ്ങനെയാണ് അത് അഡാപ്റ്റ് ചെയ്ത് അവരുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞുതരാം. ആദ്യത്തേതെന്ന് പറയുന്നത് സ്റ്റോയിസിസം എന്ന് പറയുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫിലോസഫിയാണ്. ഇതൊരു ഗ്രീക്ക് റോമൻ ഒറിജിനുള്ള ഒരു ഫിലോസഫിയാണ്. നമ്മൾ ഇലോൺ മസ്ക് അല്ലെങ്കിൽ ജാക്ക് ഡോർസി ഇങ്ങനത്തെ ടെക് ഫീൽഡിലൊക്കെ നിൽക്കുന്ന ജയൻസും അല്ല വേൾഡ് ലീഡേഴ്സും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഫിലോസഫിയാണിത്. ഇതിൽ രണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ട് ഇങ്ങനത്തെ ഹൈ ലെവലിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അല്ല, ആദ്യത്തേന്ന് പറയുന്നത് ഡൈക്കോട്ടമി ഓഫ് കൺട്രോൾ ആണ്. ഇതെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ ഫോക്കസ് എന്ത് കാര്യങ്ങളിലാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റിൻ്റെ ബേസിസിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും. അപ്പോൾ ഇത്രയും ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് അവർ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനോ പറ്റില്ല. അപ്പോൾ അവർ ചെയ്യുന്നത് എപ്പോഴും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ടൈമും എനർജിയും മെൻ്റൽ സ്പേസും ഒക്കെ ബെറ്ററായിട്ട് യൂട്ടിലൈസ് ആവും. സ്റ്റോയിസിസത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റ് ഇവർ ഫോളോ ചെയ്യുന്നത് നെഗറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. അതിൽ ബേസിക്കലി ഇവരൊരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങുന്നതിന് മുന്നേ അത് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. വേഴ്സ്റ്റ് കേസ് സിനാരിയോ, വേഴ്സ്റ്റായിട്ട് നടക്കാൻ പോകുന്ന കാര്യം, ആ പ്രൊജക്റ്റ് ഫെയിൽ ആവുക അല്ലെങ്കിൽ ആ കമ്പനിക്ക് വരുന്ന നഷ്ടം, അങ്ങനെ എല്ലാ പോസിബിലിറ്റിയും അവർ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുമ്പോൾ, അങ്ങനെ നെഗറ്റീവ് സിനാരിയോസ് എന്താണെന്ന് അറിഞ്ഞിട്ടൊരു കാര്യത്തിലേക്ക് എടുത്ത് കടക്കുമ്പോൾ അവർക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അത് അവരെ തളർത്തില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫിലോസഫി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് തിയറി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ലോകത്തെ വിഷണറീസായ സ്റ്റീവ് ജോബ്സ് പോലുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഒരു തിയറി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഐപോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. അപ്പോൾ ഐപോഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു മ്യൂസിക് ലിസ്ണിംഗ് ഡിവൈസാണ്. അപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരുന്നത് കാസറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആയിരുന്നു. അപ്പോൾ പോർട്ടബിൾ ആയിട്ടുള്ള കാസറ്റ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പോർട്ടബിൾ അല്ലാത്ത കാസറ്റ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീവ് ജോബ്സും ആളുടെ കമ്പനിക്കും അന്ന് വേണമെങ്കിൽ ആലോചിക്കായിരുന്നു, കാസറ്റ് പ്ലെയേഴ്സ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉണ്ട്, അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നാലോചിക്കാമായിരുന്നു. പക്ഷെ അവരതല്ല ചെയ്തത്. അവർ ആ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരാളൊരു കാസറ്റ് പ്ലെയർ യൂസ് ചെയ്യുന്നത്? ആൾക്ക് പാട്ട് കേൾക്കണം. പോർട്ടബിൾ ആയിട്ടുള്ള കാസറ്റ് പ്ലെയർ യൂസ് ചെയ്യുന്നത് നമുക്ക് എവിടെയെങ്കിലും നടക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ പോർട്ടബിളായിട്ട് തന്നെ പാട്ട് കേൾക്കാൻ പറ്റണം. അപ്പോൾ ആ ബേസിക് പ്രോബ്ലത്തിലേക്ക് ആൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ നിന്ന് പുതിയ ടെക്നോളജിയും പുതിയ ഇന്നൊവേഷൻസും യൂസ് ചെയ്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഐപോഡ് ഉണ്ടായത്. അന്നത്തെ കാലഘട്ടത്തിൽ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഐപോഡ് എന്ന് പറയുന്നത്. നമ്മൾ അത്രയും ചെറിയ സൈസിൽ അത്രയും നമ്പർ ഓഫ് സോങ്സ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് അന്ന് വരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ ഇത്രയും കാലം എന്താണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നമ്മളെ എന്താണ് പഠിപ്പിച്ചിരുന്നത്, സൊസൈറ്റിയുടെ റൂൾസ് എന്താണ് എന്നൊക്കെ ആലോചിക്കുന്നതിന് പകരം ആ പ്രോബ്ലം എന്താണെന്ന് ആക്ച്വലി മനസ്സിലാക്കുക, അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവലിൽ ആ പ്രോബ്ലം മനസ്സിലാക്കുക, എന്നിട്ട് നമ്മുടേതായ ഇൻപുട്ടും ഇന്നോവേഷനൊക്കെ യൂസ് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്നതാണ് നേരത്തെ പറഞ്ഞൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഫിലോസഫിയാണ് എപ്പിക്യൂരിയനിസം.
എപ്പിക്യൂറിനെസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ആൾക്കാർ മനസ്സിലാക്കിയിരുന്നത് ഏറ്റവും പെയിൻ റെഡ്യൂസ് ചെയ്തിട്ട് പ്ലഷർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് കുറേ നെഗറ്റീവ് കൊണ്ടേഷൻസും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പല ആൾക്കാരും ഇതിനെ കണ്ടിട്ടുമുണ്ട്. സൊസൈറ്റി ഇതിനെ എതിർത്തിട്ടുമുണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ടോപ്പ് 1% ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മോഡേൺ അഡാപ്റ്റേഷനാണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ വെൽത്ത് ഇഷ്ടം പോലെയുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ലൈഫിൽ പ്ലസൻ്റ് അല്ലാത്ത കാര്യങ്ങൾ മാക്സിമം റിഡ്യൂസ് ചെയ്ത് അവരുടെ ടൈം അവർ കൺട്രോൾ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ നോക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനും നിങ്ങളും ഒക്കെ പ്രോബബ്ലി ഇന്നും രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നുണ്ടാവും. ജോലിക്ക് പോയിട്ട് വേണം ആ പൈസ കിട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ ഇവർക്ക് വെൽത്ത് ഉള്ളതുകൊണ്ട് ഇവർക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരവരുടെ ടൈം കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യും. അവർ പറയും അവരുടെ ഷെഡ്യൂൾ അവരാണ് ഡിസൈഡ് ചെയ്യണം. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുക. അവർ കഴിക്കുന്ന ഫുഡ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ എല്ലാം അവരുടെ ഇഷ്ടത്തിനും അതേപോലെ തന്നെ അവരുടെ ഈ ലോകത്തെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാനും പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവർ രാവിലെ അവരുടെ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് ചിലപ്പോൾ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കളിക്കാൻ പോവുക. സോ ദാറ്റ് അവരുടെ മൈൻഡും ഹാപ്പിയർ ആവും. ഓൾസോ ഫിസിക്കലിയും അവർ ബെറ്ററായിട്ട് വരും. അതേപോലെ തന്നെ അവരുടെ ഡെയിലി ഷെഡ്യൂളിൽ അവർ ചിലപ്പോൾ കുറേ മീറ്റിങ്സും ഇതൊന്നും വെക്കണമെന്നില്ല. അവർ ഒരാളെ നിയമിക്കുന്നുണ്ടാവും ചിലപ്പോൾ പ്രോബ്ലി അവരുടെ കമ്പനീസും വെൽത്ത് വരുന്ന സ്ഥലങ്ങളൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരുടെ ഷെഡ്യൂൾ ഫ്രീ ആക്കി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു മോഡേൺ അഡാപ്റ്റേഷൻ ഓഫ് എപ്പിക്യൂറിയനിസം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വേൾഡിലെ ടോപ്പ് 1% ആൾക്കാർ ഫോളോ ചെയ്യുന്ന കുറച്ച് ഫിലോസഫീസ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും ഹാർഡ് വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അല്ലെങ്കിൽ എങ്ങനെ പണമുണ്ടാക്കാം എന്നുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇതേപോലത്തെ ഫിലോസഫീസും പ്രാക്ടിക്കൽ കോൺസെപ്റ്റ്സും ഒക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഹൈ ലെവൽസ് ഓഫ് സക്സസ് ഉണ്ടാവും. ഇതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ഫിലോസഫീസ് ആൻഡ് കോൺസെപ്റ്റ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ഇവിടെ സൈഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ഈ വീഡിയോ കൂടി കണ്ടു നോക്കുക. പ്രോബബ്ലി അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.